ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കൈപ്പയ്ക്ക് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മസാല കൊണ്ടാട്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഞാനിവിടെ 2 കൈപ്പയ്ക്ക ഇതേപോലെ വട്ടനെ അരിഞ്ഞ് ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കനം കുറച്ച് അരിയണ്ട, എന്നാൽ ഒരുപാട് കട്ടിയിൽ അരിയണ്ട, ഈ ഒരു കനത്തിൽ അരിഞ്ഞാൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം ഊർന്നു വന്നിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഈ കയ്പ്പയ്ക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പ്പയ്ക്കയുടെ കനപ്പ് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ വെള്ളമെല്ലാം വാർത്ത് വെച്ചിട്ടുള്ള കയ്പ്പയ്ക്കയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കയ്പ്പയ്ക്കയിൽ നമ്മൾ മുന്നേ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുള്ള കാരണം കയ്പ്പയ്ക്കയിൽ കുറച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ഇത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. കയ്പ്പയ്ക്കയിലേക്ക് ഉപ്പ് മുളകെല്ലാം പിടിച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒരു പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് ഓരോ കയ്പ്പയ്ക്ക എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒരുപാട് കനം കുറച്ച് അരിയാണെന്നുണ്ടെങ്കിൽ ഇത് വറുത്ത് വരുമ്പോഴേക്കും നന്നായി ചുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഒരുപാട് കനം കുറച്ച് അരിയരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ കയ്പ്പയ്ക്കെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മസാലയിലിട്ടിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മൂത്ത് വന്നിട്ടുള്ള ഈ മസാല കയ്പ്പയ്ക്കയിലേക്ക് ഒന്നും കൂടി പിടിച്ച് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കയ്പ്പയ്ക്ക മസാല കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.